എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. 2024 നിന്ന് 2025 നമ്മൾ കടന്നു ചെല്ലുകയാണ്. പലപ്പോഴും പലരോടും ചോദിച്ചാൽ മനസ്സിലാക്കും, 2024 വളരെ മോശമായിട്ടുള്ളൊരു വർഷമായിരുന്നു എന്ന് പറയും. പലരും പറയും നല്ല വർഷമാണെന്ന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു വർഷത്തിന് എന്ന് വിചാരിച്ച് ഒരു മോശം കാലമോ നല്ല കാലമോ ഇല്ല. ആ വർഷത്തിൽ ഏതെങ്കിലും 1-2 ദിവസമായിരിക്കും നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷെ ആ വേദനയ്ക്ക് വലിയ ആഴം കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ആ വർഷത്തെ പലപ്പോഴും കുറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? പക്ഷേ 365 ദിവസം ഉണ്ടെങ്കിൽ അതിൽ ആ വേദനിച്ച ദിവസങ്ങളൊഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും നമ്മൾ അനുഭവിച്ച ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ഒരുപാട് സന്തോഷങ്ങളുണ്ട്. പക്ഷേ ഹാപ്പിനെസ്സിൻ്റെയും പെയിനിൻ്റെയും വേവ് ലെങ്ത് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുക നമുക്ക് പെയിനാണ്. അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. വേദനിപ്പിച്ച ആളെയും സന്തോഷിപ്പിച്ച ആളെയും നമ്മൾ കൂടുതൽ ആഴത്തിൽ ഓർക്കുക എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ വേദനിപ്പിച്ച ഓർമ്മകളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. അപ്പോൾ 2024 ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാകും. നമ്മൾ ആരോഗ്യത്തോടു കൂടി അതിജീവിച്ചൊരു വർഷമാണ്. പല എന്താ പറയുക, ഇപ്പോൾ പ്രളയം പോലുള്ള കാര്യങ്ങൾ എല്ലാം വന്നിട്ടും നമ്മൾ ഒരുപാട് അനുഗ്രഹീതരാണ്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നമുക്ക് ചുറ്റുമുള്ളവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളുടെ കാഴ്ചപ്പാടുകൾ എല്ലാം നമുക്ക് ഒരുപാട് അനുഗ്രഹീതമായിട്ടാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. എല്ലാ വർഷവും നല്ല വർഷമാണ്. അപ്പോൾ ഉള്ളതിലെല്ലായ്പ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക. എന്നാൽ നമ്മിലേക്ക് വരാനുള്ളതിൽ ഒരുപാട് സന്തോഷവും സമാധാനവും സമൃദ്ധിയും ആരോഗ്യവും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് തടുക്കാൻ പറ്റാത്ത പല കാരണങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരുടെ മരണം, അസുഖം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് തടുക്കാൻ പറ്റിക്കോളണമെന്നില്ല. പല വർഷങ്ങളിലും നമ്മളെ വേദനിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഓർമ്മകളായിരിക്കും. ഒന്നും സ്ഥിരമല്ല, എല്ലാവരുടെ ലൈഫിലും വന്നു പോകേണ്ട കാര്യമാണ്. അപ്പോൾ 2024 നിന്ന് 2025 നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ 4 കാര്യം ഓർക്കുക. പലപ്പോഴും നമ്മൾ ഈ വർഷത്തെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. നമ്മൾ കാരണം ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് നിങ്ങൾ സോറി പറയുക. പല വ്യക്തികളിൽ, സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് ഹെൽപ്പുകൾ ലഭിച്ചിട്ടുണ്ടാകും, ഒരുപാട് സഹായങ്ങൾ, ഇവൻ ഒരുപാട് സന്തോഷങ്ങൾ. അതൊരു പക്ഷേ ഒരു പുഞ്ചിരിയാകാം, സാമ്പത്തിക സഹായമാകാം, ഇവൻ നമുക്ക് സ്നേഹമായിട്ടുള്ള പരിഗണനയും പ്രശംസയും ഒക്കെ ആകാം. എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക. എല്ലാവരെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ ഞാൻ ഓക്കെയാണ് എന്ന് നമ്മൾ തയ്യാറെടുക്കുക. എൻ്റെ മനസ്സിൽ ഞാൻ ആർക്ക് സ്ഥാനം കൊടുക്കണമെന്നും എന്തിനു വേണ്ടി ചിന്തിക്കണമെന്നും ആർക്ക് വേണ്ടി ചിന്തിക്കണമെന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് വേദനിപ്പിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അവസാന നിമിഷത്തിൽ അവർക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന സന്തോഷകരമായ നിമിഷങ്ങളിലെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും സമ്പത്തിനെയും ഒക്കെ ഇരു കൈകളും നീട്ടി ഹൃദയം തുറന്നുകൊണ്ട് നമുക്ക് വരവേൽക്കാം. എനിവേ, ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരുടെ ലൈഫിലും ഒരുപാട് സന്തോഷവും സമാധാനവും സമൃദ്ധിയും വിജയവും ഉണ്ടാകും. ഒരിക്കൽ കൂടി ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ. ഐ താങ്ക് യു. ഐ ലവ് യു.